പോറ്റിയേ മഷഹൂരിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻ ഹൂറളിയല്ലാ മമ്പൂറപ്പൂ മഖാമിലേ മൗലദവീല വാസിലേ ഇമ്പപ്പൂവായ കുത്തുബോലി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. സംഗീതം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ജനകീയ ഗായിക MK ജയഭാരതിയെ തേടി ഇ അഹമ്മദ് സ്മാരക പ്രതിഭാ പുരസ്കാരം. 4 വയസ്സു മുതൽ പാട്ടുപാടി സംഗീത ജീവിതം ആരംഭിച്ച 67 വയസ്സുകാരിയായ ജയഭാരതി ഇന്നും സംഗീത ലോകത്ത് സജീവമാണ്. പ്രഗത്ഭ പാട്ടുകാരൻ KS മുഹമ്മദ് കുട്ടിയോടൊപ്പം ബാല്യകാലത്തു തന്നെ പാട്ടുപാടിക്കൊണ്ടാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ജയഭാരതി സംഗീത ജീവിതം ആരംഭിക്കുന്നത്. അഹദത്തിലെ അലിഫ് അലിഫിൽ മഗമിയം അലിഫാക്ഷരഫൊരുൾ ബിസ്മില്ല അരിമ കല്ലെ കുത്ത് ബനുദീന ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ല ബഹ്റ ഖുർആനിൽ പൊരുൾ മുളു തടകിന് പരിശ കടൽ പതി ബിസ്മില്ല ബദറ പടകൊടു കാവിനുവൽ വദിൻ മുതൽ ബരിബത്തബുത്തതി ബിസ്മില്ലാ. കേരളത്തിലെ പ്രശസ്തരായ ഒട്ടേറെ മാപ്പിളപ്പാട്ട് ഗായക സംഘത്തോടൊപ്പം പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് വേദികളിൽ പാടി നിറഞ്ഞ സദസ്സിന്റെ കയ്യടി നേടി. ഞാൻ 68 ആദ്യമായിട്ട് മൈക്ക് കൈ പിടിച്ച് പാട്ട് പാടിയത്. അത് ഞങ്ങളെ സ്കൂളിൽ നിന്ന്, കാഞ്ഞിരത്തങ്ങ സ്കൂളിൽ നിന്നാണ്. ലളിതഗാനത്തിനും കവിതയ്ക്കാണ് എന്നെ അന്ന് കൊണ്ടുവരുന്നത്. അതിൽ 2ലും ഫസ്റ്റ് കിട്ടി. അത് മൊറയൂർ VHSയിലാണ് പരിപാടി അവതരിപ്പിച്ചത്. അന്നാണ് ആദ്യമായിട്ട് മൈക്ക് കൈ പിടിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാട്ടിൻ്റെ യാത്രയായിരുന്നു. 72-73 ഞാൻ ആദ്യമായിട്ട് ഗാനമേളയ്ക്ക് പോയി തുടങ്ങിയത്. എൻ്റെ ഗുരുനാഥൻ തുറക്കലുള്ള KS മുഹമ്മദ് കുട്ടി, അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. ബദറിലെ ഇശലുകളായിരുന്നു അന്ന് എന്നെ പഠിപ്പിച്ചത്. നമ്മുടെ ചരിത്രകാരനും ഗ്രന്ഥകാരനുമായ മുഹമ്മദ് അബ്ദുൽ കരീം മാസ്റ്റർ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ബദറിലെ ഇശലുകളൊക്കെ പഠിച്ചത്. ആദ്യമൊക്കെ സിനിമാ പാട്ട് എന്ന് പാടിയിരുന്നത്. അതിൽ നിന്നാണ് പിന്നെ മാപ്പിളപ്പാട്ടിലേക്ക് വന്നത്. പഴയ കല്യാണപ്പാട്ടുകളും ബദറിലെ ഇശലുകളും. പിന്നെ കൂടുതൽ വേദികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാ മാപ്പിളപ്പാട്ട് ഗായകരുടെ ഒരു വേദി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് പോയവരുണ്ട്. ഗുരുനാഥൻ KS മുഹമ്മദ് കുട്ടി, AV മുഹമ്മദ് ക, KT മുഹമ്മദ്, VM കുട്ടി മാഷ്, എരഞ്ഞോളി മൂസാക്ക, KC ചെലവൂർ, KMK വെള്ളയിൽ, പള്ളിക്കൽ മൊയ്തീൻ ക, SA ജമീൽ ക, സിബില സദാനന്ദൻ, ആയിഷ ബീഗം, വിളയിൽ ഫസീല. പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്നത് നമ്മുടെ അരീക്കോട്ടുള്ള അബുട്ടിക്കാന്ന് ഞങ്ങൾ വിളിക്കില്ല. അബൂട്ടിക്കാൻ്റെ ടീം, നിലമ്പൂർ ഷാജിക്ക, അസീസ് തായ്നരി, അംസ ഖാൻ, അങ്ങനെയുള്ള വിട്ടുപോയിട്ട് ക്ഷമിക്കണം. എല്ലാവരുടെ പേരും പെട്ടെന്ന് കിട്ടണില്ല. ഒട്ടുമിക്ക മാപ്പിളപ്പാട്ട് ഗായകരുടെയും. പിന്നെ വട്ടപ്പാട്ട് അവതരിപ്പിച്ചിരുന്നു. അത് നമ്മളെ കീശ്ശേരിയിലെ കുഞ്ഞാലൻ്റെ കൂടെ. VM കുട്ടി, MP ഉമ്മർ കുട്ടി, AV മുഹമ്മദ്, എരഞ്ഞോളി മൂസ, ഹംസാഖാൻ പുല്ലങ്കോട്, KV അബൂട്ടി തുടങ്ങി പ്രശസ്തരായ മാപ്പിളപ്പാട്ട് ഗായക സംഘത്തോടൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഗീതയാത്ര നടത്തി. നിരവധി പുരസ്കാരങ്ങളും അവരെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി നഗരസഭ ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരവും. നഗരസഭ ഈ വർഷത്തെ അവാർഡിന് ഇ അഹമ്മദ് സാഹിബിൻ്റെ അവാർഡിന് തിരഞ്ഞെടുത്തത് അതിയായ സന്തോഷം. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഈയിടെയായിട്ട് തന്നെ മോയിൻകുട്ടി വൈദ്യർ അവാർഡും കിട്ടിയിട്ടുണ്ട്. 25,000 രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും ഉൾക്കൊള്ളുന്നതാണ് പുരസ്കാരം. കലാകായിക സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രശസ്തരായ വ്യക്തിക്ക് ഓരോ വർഷവും നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെ പേരിൽ കൊണ്ടോട്ടി നഗരസഭ പുരസ്കാരം ഏർപ്പെടുത്തിയത്. പ്രശസ്ത ഫുട്ബോൾ താരം അനസ് എടത്തൊടുകയെയാണ് കഴിഞ്ഞ തവണ പുരസ്കാരത്തിന് അർഹനായത്. 2019 തന്നെ ഞങ്ങളുടെ സിസ്റ്റർ ഉണ്ട് ലൈലാബി.
സിസ്റ്റർ വിളിച്ച് അങ്ങനെയാണ് ഞാൻ 2019 ആ ടീമിൽ പങ്കെടുക്കുന്നത്. വീടുകളിൽ സുഖമില്ലാതെ കിടക്കണ തീരെ എണീക്കാൻ പറ്റാത്ത കിടപ്പ് രോഗികളെ സന്ദർശിക്കും. അത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ആ വിഷമം പുറത്ത് കാണിക്കാതെ അവരുടെ അടുത്ത് തന്നെ അവർ കിടക്കണ ബെഡിൽ ഇരുന്നിട്ട് അവരോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ അങ്ങനെ പാടിക്കൊടുക്കും. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം കാണുന്നുണ്ട് അവരും ഞാനും. അഭിനബി മുത്തിൻ്റെ മണവാട്ടി ബീവി ആയിഷ പൂവെന്ന പെൺകുട്ടി മഷിരിക്കും മൗരിബും കൈകൊട്ടി സർവമകലുക്കിൻ കരളന്ന് തുടികൊട്ടി മഷിരിക്കും മൗരിബും കൈകൊട്ടി സർവമകലുക്കിൻ കരളന്ന് തുടികൊട്ടി അഭിനബി മുത്തിൻ്റെ മണവാട്ടി ബീവി ആയിഷ പൂവെന്ന പെൺകുട്ടി പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി ഞാൻ എന്ന ബസിൻ്റെ നീലിമയിൽ വെള്ളിത്താരമായി ശോഭിച്ച ജ്ഞാനവതി വാണ ഖലീഫകൾ തേടി നസീഹത്തിനായവർ പ്രാപിച്ച മകൾ ഭവതി. മാപ്പിളപ്പാട്ടുകളും വാദ്യകൃതികളും തന്മയത്വത്തോടെ ആലപിക്കുക വഴി ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഗായികയാണ് ജയഭാരതി എന്ന് ജൂറി വിലയിരുത്തി. എൻ്റെ ചുറ്റുപാടിലൊക്കെ ഇങ്ങനെയുള്ള പിന്നെ ഉമ്മമാരും താത്തമാരൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ ഉമ്മ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാനൊക്കെ പറയുമ്പോൾ ഉമ്മ അത് തിരുത്തി തരും. എനിക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മ അള്ളാന്നൊക്കെ അന്ന് തന്നെ ഞാൻ ഉച്ചരിച്ച് പഠിച്ചതാണ്. പിന്നെ ബദറിലെ ചിലുകളൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ പാട്ടുകൾ അറിയണവർക്കൊന്ന് കേട്ടാൽ മനസ്സിലാവും. ഞാൻ അതാണ് മാഷ വീട്ടിൽ പോയി പഠിച്ചത്. മാഷ വീട്ടിൽ പോയിട്ട് പഠിച്ചിട്ടാണ് ഞാനിതൊക്കെ ശരിക്കും പാടി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തിയത്. ബദറിലെ ഇശലുകളൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഉദാഹരണം ഞാൻ പാടിത്തരാം. കണ്ടാരക്കട്ടുമ്മല് ബണ്ടാരണ താക്ക് തൊണ്ടതിലുണ്ടാനേ ഒരുത്തി കയനില്ലൂതിത്തെ കമർപ്പോൾ മുഖം കത്തി ലങ്കി മാറിന്താനേ വണ്ടീറ കൊത്ത കാറുപ്പ് മൂടിക്കട്ടു വല്ലൂലെ കൊൽപ്പാനേ തിലകം വാർച്ച മുഖം മൂക്കും പോർപ്പ വിഴച്ചുണ്ടു കാറക്കഴുത്താനേ ഹെക്കാനക്കൊനമറൽ മക്കാവ് വിട്ട് നബി പക്കാ മാദീന തണവായ് ആറേതും എത്തിടുക ഈരാറും മൊത്ത ഷഹർ ബാറാൽ പോറുത്ത പിറകെ ബദറുൽ ഹുദാ യാസീനൻ നബി ഹറജായ നേരം വളർക്കൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ട് അബിയൊള് വർണ്ണമതാ പിങ്കണ്ടും അസുവതുമാമേ. നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടി, സാംസ്കാരിക പ്രവർത്തകരായ മുസ്തഫ മുണ്ടപ്പലം, PV ഹസീബ് റഹ്മാൻ, സുരേഷ് നീറാഡ്, സമീർ നീറാഡ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത്. 30 രാവിലെ 10:30 കൌജു ഇന്റർനാഷണൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ചെയർപേഴ്സൺ നിദ ഷഹീർ അറിയിച്ചു. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബിക്കല്ലാക്കിനാവു കാട്ടി നബി തൻ കുരുന്ന് സിമാലിനെ ആറൊക്കും മട്ടിൽ അകതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി ചോദി അപ്പോൾ മറുപടി മകൻ ചൊല്ലി വിളിച്ചു ചെയ്തി ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന ന്യൂസ് ഡെസ്ക് എയർ വൺ. കാലഘട്ടി.